ബുക്കിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്തതെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നത്. ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത് എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും ഉണ്ട്. അതായത് നിന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നമ്മളതിന് യോഗ്യതയുള്ള ആളുകളല്ല. ഇതൊരു ഘടകമാണ് ആളുകൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കേൾക്കുക, നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ നമുക്കിതിനൊന്നുള്ള കഴിവില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ അത്തരം സ്വപ്നങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ മടിക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ, നമ്മുടെ മൈൻഡിൽ അതായത് 90% ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് കരുതുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. 10% മാത്രമേ ഉള്ളൂ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി പലതവണ നിങ്ങളെ കണ്ടതിന് കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിന് പറ്റിയതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്നുള്ള റിപ്പീറ്റഡായിട്ടുള്ള കമൻറ്റ്സ് പേരൻസിൻ്റെയും, അതും പ്രത്യേകിച്ചും നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള കമൻറ്റ്, അത്തരം കമൻറ്റുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടുകയും അത് നമ്മളെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതെന്ന് പിന്നോട്ടടിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, എന്തുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മളുടെ മുമ്പിൽ അനുഭവങ്ങളില്ലെന്ന് പറഞ്ഞ, ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആരും തന്നെ യൂറോപ്പിലേക്ക് പോയിട്ടില്ലെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആരും തന്നെ യൂറോപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരികയോ അതൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിൽ അത്തരം ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് യൂറോപ്പിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അതുപോലെ തന്നെ ഉദാഹരണത്തിന് വലിയ കാറ്, ഒരു ലക്ഷറി കാർ വാങ്ങണമെന്ന് എല്ലാവർക്കും സ്വപ്നം കാണത്തില്ല. എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ലക്ഷറി കാർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലെങ്കിലും ലക്ഷറി കാറിൽ കയറുന്ന ഒരാൾക്ക് മാത്രമേ അത് വാങ്ങണമെന്നൊരു മോഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അനുഭവങ്ങളില്ലാത്തത്, അതുപോലെ തന്നെ വലിയ ഹോട്ടലുകളിൽ താമസിച്ചിട്ടില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത്തരം ഒരു സ്വപ്നം കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ. അതിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ, വലിയ സ്വപ്നങ്ങളൊക്കെ നേടണം, വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഇതൊക്കെ ക്യാഷ് കൊടുത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? വേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാറുകൾ, ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ലക്ഷറി കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങണമെന്നൊരു തോന്നലുണ്ടാവും. അത് വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്ത മനസ്സിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ ചിന്തയാണ്. നമ്മുടെ സ്വപ്നങ്ങളാണ് ചിന്തകളെ ജനിപ്പിക്കുന്നത്. ഈ ചിന്തകളാണ് ആക്ഷനുകളായി മാറുന്നത്. അപ്പോൾ നമുക്കുണ്ടാവേണ്ടത് ചിന്തകളാണ്. ഈ ചിന്തകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എക്സ്പോഷർ വേണം. അതിനുവേണ്ടി നമുക്ക് കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം പ്രോപ്പർട്ടി ഷോ ഒക്കെ നടക്കുന്നുണ്ട്. വലിയ ലക്ഷറി വില്ലയൊക്കെ വിൽക്കുന്ന പ്രോപ്പർട്ടി ഷോ ഉണ്ട്. ആ ലക്ഷറി വില്ലയിൽ ചിലപ്പോൾ മോഡൽ വില്ലേഴ്സ് ഉണ്ടാവും. ആ മോഡൽ വില്ലയിലൊക്കെ നമ്മൾ പോയി അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു വില്ല വാങ്ങണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇത് ഫേക്ക് മാനിഫെസ്റ്റേഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. പ്രവർത്തിക്കാനുള്ള മാർഗ്ഗം കണ്ടെത്തുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ തിയറിയാണ്, നിങ്ങൾ പ്രവർത്തനം എന്ന് പറഞ്ഞ എനർജിയാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രോം വൺ ഫോം ടു അനദർ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിലൂടെ വന്ന എനർജി പ്രവർത്തനത്തിലേക്ക് ഇടുമ്പം അത് റിസൾട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരും. ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പോൾ റിസൾട്ട് ഇല്ലാതെ ഒന്നും പോകുന്നില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമായുള്ള റിസൾട്ടുകൾ, ഇൻഡിക്കേഷൻസ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരിശ്രമിക്കാൻ മടിക്കാതിരിക്കുക, ചിന്തകളുണ്ടാവുക, അനുഭവങ്ങളുണ്ടാവുക. അപ്പം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. പിന്നെ മറ്റൊരു പ്രശ്നം, എന്തുകൊണ്ടാണ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ റോൾ മോഡൽസ് ഇല്ല. നമ്മൾ കാണുന്ന ആളുകളൊക്കെ നമ്മളെപ്പോലുള്ള പാപ്പരത്ത അല്ലെങ്കിൽ പട്ടിണിക്കാരാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. സാധാരണക്കാർ മോശമാണെന്നല്ല കേട്ടോ. അതായത് ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളില്ലാത്ത റോൾ മോഡലുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മുമ്പിൽ ജീവിതത്തിൽ സക്സസ്ഫുള്ളായ ആളുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതൊരു ചലഞ്ചാണ്. അതായത് സക്സസ്ഫുള്ളായ ആളുകളെന്ന് പറയുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജ് ഉള്ളൂ ഈ ലോകത്ത്. അതായത് ഈ ലോകത്ത്, ഈ ബുക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അതായത് സക്സസ്ഫുള്ളായ ആളുകൾ കേവലം 3% മാത്രമാണ്. 97% ആളുകളും ഒന്നുകിൽ അറ്റംപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫെയിലുവേഴ്സോ ആയിരിക്കും.
പരാജിതരോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയിരിക്കും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഈ പരാജിതരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കഷ്ടപ്പാടുകളും ആയിരിക്കും അവർ നമ്മളോട് പറയുന്നത്. ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നത്, ഇത് നമ്മൾ നിരന്തരം കേൾക്കുന്നതും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതും വലിയൊരളവ് വരെ നമ്മളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ കാരണമാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ കഴിവതും നമ്മൾ സക്സസ്ഫുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അത് പലപ്പോഴും അത് ചലഞ്ചിങ് ആണ്. കാരണം ഇപ്പോൾ യൂസഫ് അലി സാറിനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 വർഷം മുമ്പേ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ സക്സസ്ഫുൾ ആളുകൾ അത്ര സ്പ്ലെൻഡിഡ് അല്ല, അത്ര ഈസിലി അവൈലബിൾ അല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറ്റും, അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കാം, അവരെക്കുറിച്ചുള്ള റൈറ്റപ്പുകൾ വായിക്കാം. അവരുടെ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അവർ നയിക്കുന്ന ജീവിത രീതികളെ മനസ്സിലാക്കാനുള്ള ഒത്തൻറ്റിക്കായിട്ടുള്ള മീഡിയാസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അവരെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ ആകസ്മികമായിട്ട് കൊച്ചിയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. എന്നേക്കാളും ഏകദേശം ഒരു 10-15 വർഷം സീനിയറായ വ്യക്തിയാണ്. അപ്പോൾ ഒരു വൈകുന്നേരം ഞാനിങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഞാൻ ആക്സിഡൻ്റലി പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി ഓരോ സീസണിലും ഓരോ രാജ്യത്താണ് ജീവിക്കുന്നത്. അതായത് US-ലൊരു വീടുണ്ട്, ഓസ്ട്രേലിയയിലൊരു വീടുണ്ട്, ഇന്ത്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ഫ്ലാറ്റുണ്ട്, സിംഗപ്പൂരിലൊരു ഫ്ലാറ്റുണ്ട്. നാട്ടിൽ അമ്മ താമസിക്കുന്നതുകൊണ്ട് മാത്രം പുള്ളി ഒരു 5-10 മാക്സിമം 5 ദിവസമൊക്കെയാണ് ഒരു വർഷം ഇന്ത്യയിൽ താമസിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പുള്ളി സീസൺ മാറുന്നതനുസരിച്ചിട്ട് ഓരോ രാജ്യത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള അപ്പം നോക്കുമ്പോൾ എന്താ, സാധാരണ ഒരു ലൈഫിൽ നിന്ന്, നമ്മളെപ്പോലൊക്കെയുള്ള സാധാരണ ലൈഫിൽ നിന്ന് വന്ന് ജീവിത വിജയം നേടിയൊരു വ്യക്തിയാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇത്തരം തോട്ട് പ്രോസസ്, പ്രോപ്പർട്ടി എങ്ങനെ അക്വയർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള തോട്ട് പ്രോസസ്സ് എന്നിലുണ്ടായി. ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെ ഞാൻ വീണ്ടും ചിന്തിക്കുകയും പല പ്രോപ്പർട്ടികളൊക്കെ ഞാൻ വാങ്ങാൻ എനിക്ക് സാധിക്കുകയും അങ്ങനെ ജീവിതത്തിൽ അബുണ്ടൻസ് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരം റോൾ മോഡലുകളെ കാണുന്നത് നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരാളങ്ങനെ സ്വപ്നം കാണില്ല. കാരണം നമ്മൾ ഇത്തരം ആളുകളെ കാണുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വായന നിങ്ങളൊരു ശീലമാക്കണം. കാരണം ഒരു സെൻറ്റൻസ് ഉണ്ട്, യുവർ ലേണിംഗ് വിൽ ഡിസൈഡ് യുവർ ഏണിംഗ്. ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. നിങ്ങൾ വായന ദിവസം ഒരു 30 മിനിറ്റെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം തീർച്ചയായിട്ടും കൊണ്ടുവന്നിരിക്കണം. സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം അതാണ്, വായിക്കുന്ന ഒരു ശീലമാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, യുവർ ലേണിംഗ് വിൽ ഡിസൈഡ് യുവർ ഏണിംഗ്. നിങ്ങൾ എത്രമാത്രം പുതിയ സ്കില്ലുകൾ നേടുന്നു അത്ര കണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും. എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് വിൽ ബി ഔട്ട്ഡേറ്റഡ്. ഔട്ട്ഡേറ്റഡ് ഐറ്റംസ് വിൽ ബി നെഗ്ലക്റ്റഡ്. ഹ്യൂമൻ ഈസ് നോട്ട് ആൻ എക്സംഷൻ എന്ന് ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത സാധനങ്ങൾ ഔട്ട്ഡേറ്റ് ചെയ്യപ്പെടും. ഔട്ട്ഡേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിരാകരിക്കപ്പെടും, നെഗ്ലക്റ്റ് ചെയ്യപ്പെടും. മനുഷ്യനും അതുപോലെയാണ്. നിങ്ങളെ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ള ആളായി മാറും. ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആളുകളും നല്ല ജോലിയിലൊക്കെ കയറിയിട്ടും അവർ ഈ സമൂഹത്തിൽ ഒന്നും ആകാതെ ഇവിടുന്ന് കടന്നുപോയതിൻ്റെ ഒരു പ്രധാന കാരണം, വർഷങ്ങൾക്ക് മുമ്പ് MSc-യോ MSc B.Ed അല്ലെങ്കിൽ അതുപോലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നേടിയിട്ട് പിന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പല ഇൻ സർവീസ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കാലം ഇന്ന് ഒരുപാട് മാറി, ടെക്നോളജി ഒരുപാട് മാറി, ഇന്നത്തെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ മാറി, ഇന്നത്തെ യുവതലമുറയുടെ ആഗ്രഹങ്ങൾ മാറി, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, അവർ കാലയവനികകളിൽ ഒന്നുമല്ലാതെ മറഞ്ഞുപോയി. അതായത് അവരെപ്പോഴും അവർ മറഞ്ഞുപോയതിൻ്റെ കുറ്റം തന്നിലല്ല, മറ്റുള്ളവരിലാണ്, അല്ലെങ്കിൽ ബാഹ്യമായ ഘടകങ്ങളിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് പലരും മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, വായന ഒരു ശീലമാക്കുക, അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ ആളുകളെ, റോൾ മോഡൽസിനെ കണ്ടെത്തുക, ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാക്കുക, വായിക്കുക, അതുപോലെ തന്നെ പുതിയ സ്കില്ല് നേടുക. ട്രെയിനിങ്ങുകളൊക്കെ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. എൻ്റെ മെൻറ്റർ, ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മെൻറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത മെൻറ്റർ തന്ന രണ്ടാമത്തെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻകത്തിൻ്റെ 2 മുതൽ 10% വരെ നിങ്ങളുടെ തുടർ പഠനത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കണം. ഞാൻ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പല കോഴ്സുകൾ ചെയ്തു. അതായത് അക്കാഡമിക് മാത്രമല്ല, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി,
ഏഞ്ചൽ ഹീലിംഗ്, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വർദ്ധിച്ചിട്ട് ഏഞ്ചൽ ഹീലിംഗ്, അസ്ട്രോളജി, പാമിസ്ട്രി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പഠിക്കാൻ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും വരുമാന മാർഗ്ഗം മാത്രമല്ല, അത് പലപ്പോഴും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ പൈസ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല, അത് നിങ്ങൾക്ക് 10 മടങ്ങായി തിരിച്ചു വരും. ഞാൻ അടുത്ത സെഷനിൽ പറയാം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിയെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം.